ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്കൊന്ന് കടക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ശ്രീജ ശ്യാം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ നൽകിയിട്ടുള്ള അലേർട്ടുകൾ അതെങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആര്യ. എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നും അതെ, 3 ജില്ലകളിലാണ് ഇന്ന് സംസ്ഥാനത്ത് റെഡ് അലേർട്ട് ഉള്ളത്. അത് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വരെ മഴ പെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് കൂടുതൽ ആശങ്കയുണ്ടായിരുന്നത്. പക്ഷേ അത് മാറി മധ്യ കേരളത്തിലേക്ക് ഈ മഴ ജാഗ്രത കൂടുതൽ വരുന്നു എന്നതാണ് ശ്രദ്ധേയം. 3 ജില്ലകളിൽ എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടും സമീപ പ്രദേശങ്ങളിൽ, അതായത് സമീപ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഒപ്പം പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ആര്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തുടർച്ചയായി മഴ പെയ്യുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വലിയ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. ഒപ്പം തീരപ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരമേഖലകളിലുള്ളവർ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഈ 5 ജില്ലകളിലെ ഓറഞ്ച് അലേർട്ടും ബാക്കി 3 ജില്ലകളിലെ റെഡ് അലേർട്ടും കഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും മഴ മുന്നറിയിപ്പുണ്ട്. അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ മഴ തുടരുകയാണ്. അതിലേറ്റവും ജാഗ്രത വേണ്ടത് ഇപ്പോൾ മധ്യ കേരളത്തിലാണ്. തീർച്ചയായും. ശ്രീജ ശ്യാമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും മലയാളികൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് ആലപ്പുഴയിലെ സ്ത്രീകളുടെ ദുരൂഹമായ തിരോധാന കേസിൽ അന്വേഷണം നടക്കുന്ന സംഭവം. അതിൽ പ്രതി സെബാസ്റ്റ്യനെ കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സെബാസ്റ്റ്യന്റെ ലിസ്റ്റിൽപ്പെട്ട സ്ത്രീകൾ, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ഇല്ലാതാക്കി എന്ന് കരുതപ്പെടുന്നത് ലിസ്റ്റിലെ സ്ത്രീകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ട് എന്നുള്ള ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനോടകം 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഇടയിൽ ആലപ്പുഴയിൽ സ്ത്രീകളുടെ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയേക്കും എന്നുള്ളതാണ്. ഇന്നലെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു. കുളം വറ്റിച്ച് നടത്തിയ തെരച്ചിലിൽ വസ്ത്രങ്ങളും ബാഗും കൊന്തയും ലഭ്യമായിട്ടുണ്ട്. വീടിനുള്ളിൽ നേരത്തെ കണ്ടെത്തിയ രക്തക്കറകളുടെ കൂടുതൽ സാമ്പിളുകളും അന്വേഷണ സംഘം ശേഖരിച്ചു. അതേസമയം ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നതാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്ന കാര്യം. നമ്മൾ പോകുന്നത് ന്യൂസ് 18 ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ്. ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ ജാതി വിവാദം കടുക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നു എന്നാണ് ആക്ഷേപം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ CPI കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസമുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയുള്ള അതൃപ്തി സമ്മേളനത്തിലും പ്രതിഫലിക്കും. പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്തി നായർ സമുദായം പാർട്ടി അടക്കി വാഴുകയാണ്. ഇതാണ് CPI ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ പ്രധാന ആരോപണം. 65 ജില്ലാ കൌൺസിലിൽ 35 പേരും നായർ സമുദായത്തിൽ നിന്ന്. ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് 10-ൽ താഴെ പേർ മാത്രം. ജില്ലാ എക്സിക്യൂട്ടീവിൽ 18-ൽ 11 പേരും നായരാണ്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലും 11 പേർ നായർ സമുദായ അംഗങ്ങൾ. സർക്കാർ പദവികളും നായർക്കായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും പരിഹാസമുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, PSC അംഗം, കർഷക കടാശ്വാസ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം നായർ സമുദായ അംഗങ്ങൾ. ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത C. ദിവാകരനെയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഓഫീസും സ്ഥലവും
പാർട്ടിക്ക് നൽകിയ KP ശങ്കരദാസിനെയും വെട്ടിയൊതുക്കി മൂലക്കിരുത്തിയെന്നും പരാമർശമുണ്ട്. ഈഴവ സമുദായ അംഗമായതുകൊണ്ട് മാത്രമാണ് യുവ നേതാവ് J. അരുൺ ബാബുവിനെയും തഴഞ്ഞത്. ജില്ലയിൽ പാർട്ടിയെ വളർത്തിയതും ത്യാഗങ്ങൾ സഹിച്ചതും ഈഴവ സമുദായമാണ്. നായർ സമുദായത്തിന് ഇതിലെന്തു പങ്കാണുള്ളതെന്നും ചോദ്യമുണ്ട്. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലയിൽ പാർട്ടിയെ നയിക്കുന്നവർക്കെതിരെയും വലിയ അമർഷമാണുള്ളത്. മണ്ഡലം സമ്മേളനങ്ങളിൽ അത് പ്രകടവുമായിരുന്നു. ജില്ലാ സമ്മേളനങ്ങളിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും നീക്കങ്ങളും ഉണ്ടായേക്കാം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. എന്തായാലും CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തെ കരയോഗം കമ്മിറ്റിയാക്കി മാറ്റി എന്നുള്ള വലിയ ആക്ഷേപവും വിമർശനവും ഒക്കെയാണ് ഉയരുന്നത്. എന്തായാലും ഈ വാർത്ത ന്യൂസ് 18 എക്സ്ക്ലൂസീവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ ചർച്ചകളും വിശദാംശങ്ങളും ഒക്കെ വരും ബുള്ളറ്റിനുകളിൽ ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് കാണാം. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ നടനും പ്രേം നസീറിന്റെ മകനുമായ ഷാനവാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. വൈകിട്ട് 5-ന് പാളയം പള്ളിയിലാണ് സംസ്കാരം. VV അരുൺ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. ആര്യ പ്രേം നസീറിന്റെ മകനാണ്. അതിലുപരി നൂറിനടുത്ത് സിനിമകളിൽ അഭിനയിച്ച താരമാണ്. പ്രേമഗീതങ്ങൾ എന്ന ചിത്രമാണ് 81 അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത്. പ്രേം നസീറിന്റെ വഴിയെ പ്രണയനായകനായാണ് ഷാനവാസും സിനിമയിലേക്ക് എത്തുന്നത്. ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേമഗീതങ്ങൾ. വലിയ രീതിയിൽ അന്ന് ഒരു ക്യാമ്പസ് ചിത്രമായി വാഴ്ത്തപ്പെട്ട, വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമ കൂടിയായിരുന്നു പ്രേമഗീതങ്ങൾ. അതിലൂടെയാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നീട് പ്രേം നസീറിനൊപ്പവും അദ്ദേഹം നിരവധി സിനിമകളിൽ അഭിനയിച്ചു. മഴനിലാവ്, മണിയറ, നീലഗിരി തുടങ്ങിയ ചിത്രം പോലുള്ള വളരെ ജനപ്രിയമായ സിനിമകളുടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചിലതിലൊക്കെ അദ്ദേഹം പ്രതിനായക വേഷവും അണിഞ്ഞു. കൂടുതലും പ്രേം നസീറിനെ പോലെ തന്നെ പ്രണയനായകനായിട്ടായിരുന്നു കൂടുതൽ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചത്. അദ്ദേഹം വലിയൊരു ഇടവേളയ്ക്ക് 2011 മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായ ചൈന ടൗണിലൂടെയാണ് പിന്നീട് അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തുന്നത്. പൃഥ്വിരാജിന്റെ ജനഗണമന 2022 റിലീസ് ചെയ്ത ജനഗണമനയാണ് അവസാന ചിത്രം. തമിഴിലും ചില ചിത്രങ്ങൾ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. ഒടുവിൽ സീരിയൽ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി വൃക്ക രോഗത്തിന് ചികിത്സയിലായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പ്രേം നസീറിന്റെ പിൻഗാമിയാകുമെന്നൊരു കാലത്ത് പലരും പ്രതീക്ഷിച്ച താരം കൂടിയാണ് അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസ്. പക്ഷേ ആ ഉയരങ്ങളിലേക്ക് എത്താൻ ഷാനവാസിന് കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു വർഷങ്ങളോളം. പിന്നീട് മടങ്ങിയെത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു പുത്രൻ എന്ന ഒരു പരിവേഷം അദ്ദേഹത്തിന് സഹായകമായി. നിരവധി സിനിമകളിൽ വേഷമിട്ടു. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം. കഴിഞ്ഞ കുറെ നാളുകളായി. അദ്ദേഹം ഇന്നലെ രാത്രി അന്തരിച്ചു. 9 മണി മുതൽ അദ്ദേഹത്തിന്റെ ഇടപ്പഴിഞ്ഞിയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. 9 മണിക്കാണ് പൊതുദർശനം ആരംഭിക്കുക. വൈകിട്ട് 5 മണിയോടുകൂടി പാളയം ജുമാ മസ്ജിദിലാണ്, ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുക. VV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഇന്ന് കോടതിയെ സമീപിക്കും. ബൈലോ പ്രകാരം 3-ലേറെ സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്നും പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ താൻ പൂർണ്ണ യോഗ്യയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നിയമ നടപടി. 2 സിനിമകൾ മാത്രമാണ് സാന്ദ്ര നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് വരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയത്. തന്നെ മത്സരിക്കാൻ അനുവദിക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗുണ്ടകളാണ് അസോസിയേഷൻ ഭരിക്കുന്നതെന്നും സാന്ദ്ര പ്രതികരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ഇരുസഭകളിലും പ്രതിപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ചർച്ചയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ചൈന പരാമർശത്തിലെ കോടതി വിമർശനം ആയുധമാക്കുകയാണ് BJP. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NDA പാർലമെന്ററി പാർട്ടി യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, 2 വിഷയങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നാൽ പ്രതിഷേധം ഇന്നും തുടരും എന്നുള്ളതാണ്. ഏത് തരത്തിൽ ഇനി ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ, ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്? അതേസമയം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ചൈന പരാമർശം അത് വലിയ ആയുധമാക്കുകയില്ലേ ഇന്ന് BJP?
ആര്യ, ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ 3 വിഷയങ്ങൾ കേന്ദ്രീകരിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച, 3 ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം. ഇതിൽ ഓപ്പറേഷൻ സിന്ദൂറിലും പഹൽഗാമിലും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി. 2 സഭകളിലും വിശദമായി തന്നെ ചർച്ച നടന്നു. പക്ഷേ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയായും ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. അതായത് വോട്ടർ പട്ടിക പരിഷ്കരണം അത് നിർത്തലാക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ സർക്കാരും സ്പീക്കറും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ്. ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. പല യോഗങ്ങളിൽ, കാര്യോപദേശക സമിതി യോഗത്തിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ചർച്ച വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ആവർത്തിക്കുകയും ചെയ്തു. കാരണം സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, നേരത്തെ 80കളിൽ സമാനമായ വിഷയം പാർലമെന്റിൽ വന്നതാണ്. അന്ന് CPM അംഗമായ വസുദേവ് ആചാര്യ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അന്ന് സ്പീക്കറായിരുന്ന ബൽറാം ജാക്കർ ഇക്കാര്യം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അന്ന് പറഞ്ഞ കാരണം ഇത് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നാണ്. ആ കീഴ്വഴക്കം തുടരുന്നു എന്ന നിലപാട് ഇപ്പോൾ സ്പീക്കറും സർക്കാരും ആവർത്തിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം അതിന് വഴങ്ങാൻ തയ്യാറായിട്ടില്ല. ഇന്നലെയും സമാനമായ വിഷയത്തിൽ 2 സഭകളിലും വലിയ പ്രതിഷേധമുണ്ടായി. കാര്യമായ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 2 ആഴ്ച ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. സർക്കാരിന് ബില്ലുകൾ പാസ്സാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായേക്കാം. അപ്പോഴാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ചൈന പരാമർശത്തിൽ സുപ്രീം കോടതി തന്നെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് 2000 ചതുരശ്ര അടി ഭൂമി ചൈന കയ്യേറി എന്ന വിവരം രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ഇങ്ങനെ പറയാൻ കഴിയുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സ്വാഭാവികമായും ആ വിഷയം ഇതിനോടകം തന്നെ BJP ആയുധമാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശമെന്നാണ് BJP പ്രധാനമായി ആരോപിക്കുന്നത്. സഭയിൽ ഒരുപക്ഷെ ഈ വിഷയം ഉന്നയിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്ന് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയുടെ പാർലമെന്ററി പാർട്ടിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ആദ്യം 9-ാം തീയതി നടക്കാനിരിക്കുന്നു. സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. ഏതായാലും ഈ യോഗത്തിൽ വലിയ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനിടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ രാകേഷ്, ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അത് ഇരുപക്ഷത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ ആരുടെയൊക്കെ പേരിനാണ് മുൻതൂക്കമുള്ളത്? ആ ചർച്ചകൾ ഏത് ഘട്ടം വരെ എത്തി നിൽക്കുന്നു? സൂചനകളുണ്ടോ? ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണ്. പുതിയ പേരുവിവരങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പോലും രാജ്നാഥ് സിംഗ് അടക്കം, ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പേരുകളൊക്കെ തന്നെ പരിഗണനയിലുണ്ട്. ശശി തരൂരിൻ്റെ പേര് നേരത്തെ ചില ചർച്ചകളിലുണ്ടായിരുന്നു, മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു ഐഡിയയുമില്ല, നോ ഐഡിയ എന്ന് ശശി തരൂർ തന്നെ ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഏതായാലും പ്രതിപക്ഷത്തിൽ നിന്നും സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJP ആകട്ടെ, NDA ആകട്ടെ ഇതിനോടകം തന്നെ കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രിയാണ്, അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരും NDAയിലെ മറ്റു കക്ഷികളും ഏകോപിപ്പിക്കാനുള്ള ചുമതല ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഏതായാലും പത്രികാ സമർപ്പണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത ദിവസം തന്നെ കടക്കും. സ്വാഭാവികമായും ഇതിന് അടുത്ത ദിവസം തന്നെ, അതായത് ഒരാഴ്ചക്കകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് 2 കക്ഷികളുടെയും, NDAയുടെയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം. ആര്യ, CR രാകേഷാണ് വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ പ്രചാരണ യാത്ര നടത്താൻ രാഹുൽ ഗാന്ധി. മദ്ദത അധികാർ യാത്ര സസാറാമിൽ നിന്ന് ഓഗസ്റ്റ് 10-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ 30 ജില്ലകളിലൂടെയാണ് യാത്ര കടന്നു പോവുക. ഒഡീഷയിൽ കോളേജ് വിദ്യാർത്ഥിനി തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ 2 ABVP പ്രവർത്തകർ അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ ചുമത്തിയാണ് അറസ്റ്റ്. ABVP ഒഡീഷ ജോയിന്റ് സെക്രട്ടറി സംപിത് നായിക്, മറ്റൊരു പ്രവർത്തകൻ ജ്യോതി പ്രകാശ് എന്നിവരാണ് പിടിയിലായത്. ജൂലൈ 12-നാണ് വിദ്യാർത്ഥി തീ കൊളുത്തി മരിച്ചത്. തുടർന്ന് ജൂലൈ 14-ന് മരിക്കുകയായിരുന്നു. കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. ABVP പ്രവർത്തകർ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചുവെന്നും പരാതി ഉയർന്നിരുന്നു. ഇതിൽ ഒരു ABVP പ്രവർത്തകന് പൊള്ളലേറ്റിരുന്നു.
ഇനി അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുവെന്നും ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യ ആഞ്ഞടിച്ചു. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ പരസ്യപ്പോരിന് തയ്യാറാകുന്നത്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഈ ട്രംപും യൂറോപ്യൻ യൂണിയനും ഇന്ത്യ ഇത്തരത്തിൽ ഊഷ്മളമായ ഒരു വ്യാപാര ബന്ധം റഷ്യയുമായി തുടരുന്നതിൽ വലിയ പ്രതിഷേധം, ഭീഷണിയും ഒക്കെ ഉയർത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നതിലൂടെ യുക്രൈനിലെ ജനതയോട് നീതികേട് കാട്ടുകയാണ് ഇന്ത്യ എന്ന തരത്തിലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളും. അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഭീഷണിയും ഉണ്ടായിരുന്നു. എന്തായാലും അതിന് ശക്തമായ മറുപടി ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുകയാണ്. അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും ഒക്കെ വ്യാപാര ബന്ധം തുടരാമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ടായിക്കൂടാ? അപ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന ശക്തമായ ചോദ്യം ചോദിക്കുകയാണ് ഇന്ത്യ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും പറയേണ്ടത് മുഖത്ത് നോക്കി തന്നെ പറയണം എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ US ഈ ഒരു താരിഫ് നയങ്ങൾക്കിടയിൽ ഇന്ത്യ ആദ്യം സ്വീകരിച്ചിരുന്നതെല്ലാം ഒരു മയപ്പെട്ട നിലപാടായിരുന്നു. അമേരിക്കയോട് ഒരു തുറന്ന പോരിന്, ഒരു തുറന്ന വാക്പോരിന് ഇന്ത്യ ഇതുവരെ ഇറങ്ങിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യവും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ മറുപടി തന്നെ നിലവിൽ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. രൺധീർ ജയ്സ്വാൾ, വിദേശകാര്യ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാളാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. ഈ ഒരു പ്രസ്താവന, ഇത്ര കടുത്ത ഭാഷയിൽ ഒരു മറുപടി കൊടുക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ ദിവസം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് വഴി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിൽ പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അത് ഇന്ത്യ ഉപയോഗിക്കുക മാത്രമല്ല, അത് ആഗോള മാർക്കറ്റിൽ ഇന്ത്യ മറിച്ചു വിൽക്കുകയും ചെയ്യുന്നു. യുക്രൈനിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് ഇന്ത്യ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അതിനാൽ തന്നെ ഇന്ത്യക്ക് മേൽ വയ്ക്കുന്ന താരിഫ് അത് US ഇനിയും വർദ്ധിപ്പിക്കും എന്നുള്ള ഭീഷണിയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിലൂടെ മുഴക്കിയിരുന്നത്. ഇതിനുള്ള ഒരു മറുപടി എന്നോണമാണ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യയുടെ നിലപാട് അത് വ്യക്തമാക്കുകയും ചെയ്തത്. അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇപ്പോൾ 36% എണ്ണ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നു. 36% എണ്ണ, ഇത്രയധികം എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള കാരണം അത് അമേരിക്ക തന്നെയാണ്. പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ സംഘർഷങ്ങൾ തുടങ്ങിയതിന് ശേഷം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇന്ത്യക്ക് പ്രധാനമായിട്ടും എണ്ണ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിരുന്നു. അവരവരുടെ ശ്രദ്ധ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ചെലുത്തി. യൂറോപ്പ് അപ്പോഴാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ സമയത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇന്ത്യക്ക് പ്രധാനമായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ യൂറോപ്പിന് എണ്ണ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു. US ഇത് ആദ്യഘട്ടത്തിൽ ഇന്ത്യയെ പിന്തുണച്ചിരുന്നു. കാര്യം ആഗോള എണ്ണ വില നിയന്ത്രിച്ച് നിർത്തുന്നതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അനിവാര്യമാണെന്നത് കാരണം US ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഇന്ത്യയോട് ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല, യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ പട്ടിക ഉൾപ്പെടെ ഇന്ത്യ ഇപ്പോൾ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ബിസിനസ് നോക്കുകയാണെങ്കിൽ 2024 മാത്രം അവർ 64.5 ബില്യൺ യൂറോയുടെ ബിസിനസ് റഷ്യയുമായിട്ട് നടത്തിയിരുന്നു യൂറോപ്യൻ യൂണിയൻ. ഇത് 2023 17.2 ബില്യൻ്റെതായിരുന്നു. എന്നാൽ 2024 ആയപ്പോൾ ഇത് ഇരട്ടിയായി. അതായത് സംഘർഷങ്ങൾക്ക് ശേഷം ഇത് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ പറ്റും. യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങി 2022 ശേഷം ഇത് പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുൾപ്പെടെ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അത് റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഊർജ്ജ ഇറക്കുമതി നടത്തുന്നുണ്ട്. അത് ക്രൂഡ് ഓയിൽ അല്ല, പകരം LNGയുടെ ഇറക്കുമതിയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് നടത്തുന്നത്. അത് 2024 നോക്കുകയാണെങ്കിൽ 16.5 mm അത് ഇറക്കുമതി ചെയ്തിരുന്നു. ഇത് 2022 15.21 mm ടൺ മാത്രമായിരുന്നു. ഇതാണ് 2024 ആയപ്പോഴേക്കും 16.5 mm ടൺ ആയത്. അതായത് സംഘർഷങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇതും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LNG ഇറക്കുമതി റഷ്യയിൽ
നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അത് യൂറോപ്യൻ യൂണിയൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഊർജ്ജ ഇറക്കുമതിയും അതുപോലെ തന്നെ മൊത്ത സാധനങ്ങളുടെ ഇറക്കുമതി ഉൾപ്പെടെ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഈ LNG ഇറക്കുമതി മാത്രമല്ല, മറ്റ് വളങ്ങൾ, കെമിക്കലുകൾ, അതുപോലെ തന്നെ മറ്റ് ഈ മൈനിങ് ഉൽപ്പന്നങ്ങൾ, പിന്നെ ഇരുമ്പ്, സ്റ്റീൽ പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റ് മെഷീനുകൾ, പിന്നെ ട്രാൻസ്പോർട്ട് ഉപകരണങ്ങൾ, ഇതെല്ലാം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയും ഒട്ടും പിന്നിലല്ല എന്നുള്ളതാണ് രൺദീപ് ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഇപ്പോൾ അവരുടെ ആണവ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് അത് റഷ്യയിൽ നിന്നാണ് വൻതോതിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അമേരിക്ക ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പലേഡിയം അത് അമേരിക്ക റഷ്യയിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന് സമാനമായിട്ട് വളങ്ങളും അതുപോലെ തന്നെ മറ്റ് കെമിക്കലുകളും ഉൾപ്പെടെ അമേരിക്ക റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയധികം വ്യാപാരം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ സമയമാണ് അതും ഇന്ത്യ നടത്തുന്നതിനേക്കാൾ കൂടുതൽ തുകയിൽ റഷ്യയുമായി വ്യാപാരം നടത്തുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ മാത്രം എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യമാണ് അമേരിക്കയോടും അതുപോലെ യൂറോപ്യൻ യൂണിയനോടും ചോദിക്കുന്നത്. ഇന്ത്യ അതിൻ്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് രൺദീപ് ജയ്സ്വാൾ ഈ ഒരു മുന്നറിയിപ്പ് അത് നിർത്തുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും ഒരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക അറിയാം. ഒരമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ, നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു നമ്മൾ നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞാനെന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അതൊരു തന്ത വൈബായി പോകും. നോ പറയേണ്ടത് നോ തന്നെ പറയണം. ജസ്റ്റ് സേയിങ് നോ ടു ഡ്രഗ്സ്. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. കോഴിക്കോടിന്റെ നന്മ സ്നേഹവും നശിച്ചിട്ടില്ല. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും ഒരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക അറിയാം. ഒരമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ, നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു നമ്മൾ നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞാനെന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അതൊരു തന്ത വൈബായി പോകും. നോ പറയേണ്ടത് നോ തന്നെ പറയണം. ജസ്റ്റ് സേയിങ് നോ ടു ഡ്രഗ്സ്. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. കോഴിക്കോടിന്റെ നന്മ സ്നേഹവും നശിച്ചിട്ടില്ല. YG presents News 18 Anti-Drugs Awareness Campaign.
സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും പറഞ്ഞൊരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്നറിയുന്നത്. ഒരമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ്. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്ക്. കുടുംബം സഞ്ചരിച്ച ജീപ്പിൽ കാട്ടുപോത്ത് വന്നിടിച്ചതാണ് അപകടം ഉണ്ടാകാൻ കാരണം. കുതിച്ചെത്തിയ കാട്ടുപോത്ത് വന്നിടിച്ചതോടെ ജീപ്പിന്റെ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു. പുത്തൻപുരയിൽ വീട്ടിൽ ഷെരീഫും കുടുംബവും സഞ്ചരിച്ച ജീപ്പിലാണ് കാട്ടുപോത്ത് വന്നിടിച്ച് അപകടമുണ്ടായത്. പാങ്ങോട് നിന്ന് കുളത്തുപുഴയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച ജീപ്പിനെ അരിപ്പയിൽ വെച്ച് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. കുതിച്ചെത്തിയ കാട്ടുപോത്ത് ഇടിക്കുന്നതും വാഹനം നിയന്ത്രണം വിട്ട് മതിലിലിടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അപകടത്തിൽ ഷെരീഫ്, ഭാര്യ അസീന, മക്കളായ മുഹമ്മദ് ഷാഹീൻ, മുഹമ്മദ് ഷഹീൻ, ഭാര്യയുടെ അമ്മ നജിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. നജിമയുടെ കൈക്കും ഷെരീഫിന്റെയും അസീനയുടെയും കാലുകൾക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടികളുടെ പരിക്ക് സാരമുള്ളതല്ല. ന്യൂസ് 18 പുനലൂർ. PT5 കാട്ടാനയെ മയക്കുവെടി വെച്ച് സൂക്ഷ്മ പരിശോധന നടത്തി വിദഗ്ധ ചികിത്സ നൽകും. വയനാട്ടിൽ നിന്ന് വിദഗ്ധ സംഘത്തിന്റെ സേവനം ലഭ്യമാക്കും. വയനാട്ടിൽ നിന്നുള്ള 10 പേരടങ്ങുന്ന സംഘവും ഭരതൻ, വിക്രം എന്നീ കുങ്കിയാനകളും മലമ്പുഴ, പുല്ലംകുന്ന്, വാളയാർ റേഞ്ചിൽ എത്തിച്ചേർന്നു. ഡോക്ടർ അരുൺ സക്രിയ അടങ്ങിയ വിദഗ്ധ സംഘം ഒരു ദിവസത്തിൽ എത്തിച്ചേരും. PT5 കാട്ടാനയെ നിലവിൽ നിരീക്ഷിച്ചു വരുന്നുണ്ട്. തുടർ നടപടികൾ വിദഗ്ധ സംഘം എത്തിച്ചേർന്നതിന് ശേഷം തീരുമാനിക്കും. നിലവിൽ PT5 ഭക്ഷണവും വെള്ളവും എടുക്കുന്നുണ്ട്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി നെടുങ്കണ്ടം സർക്കാർ സ്കൂളിൽ പഴയ കെട്ടിടം നിലം പൊത്താറായിട്ടും പൊളിച്ചു മാറ്റാൻ നടപടിയില്ല. പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. 2019 പെരുമഴയിലാണ് പാറത്തോട് സ്കൂളിൽ LP വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത്. ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തറ താഴേക്കിരിക്കുകയും ചെയ്തു. 2020 ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പരിശോധനകളെ തുടർന്ന് കെട്ടിടം പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും പൊളിച്ചു നീക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ PTA തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കിയില്ല. പൊളിക്കുന്നതിനായി 2 തവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ ആരും കരാർ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. 2019 സർക്കാരിന് വന്ന് നോക്കിയിട്ട് ഇത് വയ്ക്കാൻ പാടില്ല, പൊളിച്ചു കളയണം, അങ്ങനെയാണ് ഒരു പേപ്പറും കൂടി കൊടുത്തിട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പേപ്പർ കൊടുത്തിട്ട് ഇത് പൊളിക്കാനുള്ള പേപ്പറൊക്കെ കൊടുത്തായിരുന്നു. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വർഷം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു കളയണം. LP വിഭാഗം ക്ലാസുകളും കുട്ടികളുടെ കളിസ്ഥലവും ഈ കെട്ടിടത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്തേക്ക് കുട്ടികൾ കടക്കാതിരിക്കാൻ പഴയ ഡെസ്കുകളും മറ്റും ഉപയോഗിച്ച് സ്കൂൾ അധികൃതർ താത്കാലികമായി ഈ ഭാഗം അടച്ചിരിക്കുകയാണ്. இந்த பில்டிங் ரொம்ப மோசமா இருக்கு, யாரும் பிள்ளையார் வர முடியாதுன்னு 2 பக்கமும் வேலி போட்டு உள்ள வர விடாம இங்கேயே தடுத்து நிப்பாட்டி வச்சிருக்காங்க. இது என்னைக்கு இருந்தாலும் ஒரு சின்ன ஆபத்து இருக்கும். அதை உடனே ஸ்டெப் எடுத்து ഉടനെ റെഡി പണണമെന്ന് താഴ്മയാ കേട്ടുകൊള്ളുகிறோம். കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി NDRFനെ അടക്കം സ്കൂൾ അധികൃതർ സമീപിച്ചിരുന്നു. ഓരോ തവണയും കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിലയിരുത്തലല്ലാതെ നടപടി ഉണ്ടാവുന്നില്ല. വൻ ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇനി നമുക്കൊരു കൊച്ചു മിടുക്കനെ പരിചയപ്പെടാം. ഓർമ്മശക്തിയിൽ ലോക റെക്കോർഡ് ഉൾപ്പെടെ 5 റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് കണ്ണൂരിലെ ഒരു 3 വയസ്സുകാരൻ. കാപ്പാട് പെരിങ്ങളായി സ്വദേശികളായ ബിൻലാൽ, അതുല്യ ഉത്തമൻ ദമ്പതികളുടെ മകനും സെന്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിലെ pre-KG വിദ്യാർത്ഥിയുമായ ദൈവിക് ജിബിൻലാലാണ് ഈ റെക്കോർഡിന് ഉടമ. 600ഓളം വസ്തുക്കളെ തിരിച്ചറിഞ്ഞും പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുമാണ് ഈ 3 വയസ്സുകാരൻ ശ്രദ്ധേയനായത്. 2 തവണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ ഈ മിടുക്കനെ തേടിയെത്തി. പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, വിവിധ നേതാക്കൾ, ശരീരഭാഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ,
വാഹനങ്ങളുടെ പേരുകൾ തുടങ്ങിയവ ഇവനെന്ന് മനഃപ്പാഠമാണ്. സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഏതിനെയും തിരിച്ചറിയാനുള്ള അസാമാന്യ കഴിവ് മനസ്സിലാക്കിയ അച്ഛൻ ജിബിൻ ലാലും അമ്മ അതുല്യയും ചിത്രങ്ങളും കാർഡുകളും കാണിച്ചാണ് ആദ്യം പരിശീലിപ്പിക്കാൻ തുടങ്ങിയത്. 1.5 ഇയേഴ്സിലാണ് അവന് ഫസ്റ്റ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നത്. അത് 175 ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്തിട്ടായിരുന്നു റെക്കോർഡ് ലഭിച്ചത്. ഇപ്പം രണ്ടാം തവണ 3 ഇയേഴ്സിൽ കിട്ടിയിട്ടുണ്ട്. അത് 500ഓളം ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ നെയിം പറഞ്ഞതിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇവനൊരു 7 മന്തൊക്കെ ആയപ്പോൾ തന്നെ എല്ലാം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലാഷ് കാർഡ്സും നല്ല ബുക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവൻ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അത് തൊട്ട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇന്ത്യ ബുക്ക് 1.5 ഇയേഴ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്തു. 2023 1 വയസ്സും 7 മാസവും പ്രായമുള്ളപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ദൈവിക്കിനെ ആദ്യം തേടിയെത്തി. പച്ചക്കറികളും മൃഗങ്ങളും രൂപങ്ങളും തിരിച്ചറിയുന്നതിനുമായിരുന്നു റെക്കോർഡ്. 2 വയസ്സും 8 മാസവുമുള്ളപ്പോൾ 18 മിനിറ്റിൽ 175 വസ്തുക്കളുടെ ഫ്ലാഷ് കാർഡുകൾ തിരിച്ചറിഞ്ഞ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടി. 2023 തന്നെ കലാംസ് വേൾഡ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കി. ഒടുവിൽ ഈ വർഷം 500 വസ്തുക്കളെ തിരിച്ചറിഞ്ഞതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടാമതും ദൈവിക്കിനെ തേടിയെത്തി. സുമേഷ് മൊറാഴ, ന്യൂസ് 18, കണ്ണൂർ. സ്വകാര്യ ബസ്സിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ. മണ്ണാർക്കാട് ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PKS ബസ്സിൽ കയറിയ യാത്രക്കാരിയാണ് കുഴഞ്ഞു വീണത്. യാത്രക്കിടയിൽ അത്യാഹിതം എന്തെങ്കിലും ഉണ്ടായാൽ ബസ് ജീവനക്കാർ ഇവരെ മാതൃകയാക്കണം. കോതകുറിശി പിന്നിട്ട് കോതയൂർ വായനശാല സ്റ്റോപ്പ് എത്താറായപ്പോഴാണ് യാത്രക്കാരി മഞ്ജുനാഥ് ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായത്. മറ്റൊന്നും നോക്കാതെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ബസ് നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക്. തൃക്കടിയിൽ സ്വദേശിയായ ഡ്രൈവർ നിയാസും കോതകുറിശി കുറ്റിക്കോട് സ്വദേശിയായ കണ്ടക്ടർ ജയേഷും ചേർന്നാണ് സമയോചിതമായ ഇടപെടലിലൂടെ യാത്രക്കാരിക്ക് ജീവൻ തിരികെ നൽകിയത്. വാണിയംകുളത്തെ PK ദാസ് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം ഇവർ ആശുപത്രി വിട്ടു. ന്യൂസ് 18, പാലക്കാട്. വാമനപുരം നദീതീരത്ത് പമ്പിംഗ് സ്റ്റേഷനുകൾക്ക് സമീപം മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ജലം വിതരണം ചെയ്യുന്ന പമ്പിംഗ് സ്റ്റേഷന് സമീപമുള്ള മാലിന്യ നിക്ഷേപം വലിയ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത്. വാമനപുരം നദിയുടെ തീരങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ട് കാലമേറെയായി. വാമനപുരം നദിയിൽ ആറ്റിങ്ങൽ മേഖലയിൽ മാത്രം 30ഓളം പമ്പിംഗ് സ്റ്റേഷനുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് സമീപങ്ങളിലെ മുളങ്കാടുകളിലും ആളൊഴിഞ്ഞ പുരയിടങ്ങളിലുമാണ് വ്യാപകമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. നിരവധി പരാതികൾ ആറ്റിങ്ങൽ നഗരസഭാധികൃതർക്ക് നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. നദീതീരത്തും മുളങ്കാടുകളിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ മഴക്കാലത്ത് നദികളിലേക്ക് തന്നെ ഒലിച്ചിറങ്ങുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വസ്തുക്കളും സർജിക്കൽ വേസ്റ്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇവ കലർന്ന മലിനജലമാണ് വാട്ടർ അതോറിറ്റി സൗജന്യ കണക്ഷനുകൾ നൽകി വീടുകളിലേക്ക് എത്തിക്കുന്നത്. തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയം. ആറ്റിങ്ങൽ, വർക്കല നഗരസഭകളിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ടെക്നോ പാർക്ക് മേഖലയിലും ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ജലം വാമനപുരം നദിയിൽ നിന്നാണ് ശേഖരിക്കുന്നത്. ജലത്തിൽ മാലിന്യം കലരുന്നത് മേഖലയിലെ ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ആശങ്ക. ന്യൂസ് 18, തിരുവനന്തപുരം. മൂന്നാർ പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയുടെ വിപുലീകരണം യാഥാർത്ഥ്യത്തിലേക്ക്. വൈദ്യുതോൽപാദനം 60 മെഗാവാട്ടായി വിപുലീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഇനി കാത്തിരിപ്പ് മാസങ്ങൾ മാത്രമെന്നാണ് അധികൃതർ പറയുന്നത്. വൈദ്യുതോൽപാദനം ഇരട്ടിയാക്കി വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തിവന്ന പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി ഉദ്ഘാടനത്തിന് തയ്യാറാവുകയാണ്. 37.5 മെഗാവാട്ടായിരുന്ന പള്ളിവാസൽ പദ്ധതിയുടെ വൈദ്യുതോൽപാദന ശേഷി നവീകരണത്തിലൂടെ ഇപ്പോൾ 60 മെഗാവാട്ടായി ഉയർത്തി. സംസ്ഥാനത്തെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ പള്ളിവാസൽ പദ്ധതി 1940-ലാണ് ആരംഭിച്ചത്. സ്ഥാപിത ശേഷിയിൽ 7ാം സ്ഥാനത്താണ് പള്ളിവാസൽ പദ്ധതി. കാലപ്പഴക്കത്തിൽ ഉപകരണങ്ങളുടെ കേടുപാടുകൾ മുന്നിൽ കണ്ടും അധിക ജലലഭ്യത കണക്കിലെടുത്തും പഴയ പവർ ഹൌസിനോട് ചേർന്ന് പുതിയതായി മറ്റൊന്ന് നിർമ്മിച്ചു. ദേവികുളം താലൂക്കിലൂടെ ഒഴുകുന്ന ലക്ഷ്മിയാർ, നല്ലതണ്ണിയാർ, മാട്ടുപെട്ടിയാർ എന്നിവയുടെ സംഗമസ്ഥലമായ പഴയ മൂന്നാറിലെ ഹെഡ് വർക്ക്സ് ഡാമിൽ നിന്നാണ് വെള്ളം
പെൻസ്റ്റോക്ക് വഴി പള്ളിവാസൽ പവർ ഹൌസിൽ എത്തിക്കുന്നത്. 2004 ആരംഭിച്ചുവെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. 2018 പുനരാരംഭിച്ച പദ്ധതിക്കായി 434.66 കോടി രൂപ ചെലവിട്ടു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സ്കൂളിന് ഭീഷണിയായി പഴയ കോൺക്രീറ്റ് വാട്ടർ ടാങ്ക്. പ്രവർത്തനരഹിതമായി വർഷങ്ങളായിട്ടും പൊളിച്ചു മാറ്റാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ടാങ്കിന്റെ വശങ്ങൾ ബലഹീനമായി ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. തൃക്കരിപ്പൂർ ടൗണിന് മധ്യത്തിലാണ് ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് വർഷങ്ങളായി നിലകൊള്ളുന്നത്. തൊട്ടടുത്താണ് 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ. 6 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് മേഖലയിലെ കുടിവെള്ള വിതരണത്തിനായി വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നത്. 2 നില കെട്ടിടത്തോളം ഉയരത്തിലുള്ള ടാങ്കും കിണറും അടക്കമുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ കാലപ്പഴക്കം കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ടാങ്ക് ഉപയോഗശൂന്യമായി. ഇതോടെ വാട്ടർ അതോറിറ്റിയും ഇത് ഉപേക്ഷിച്ച മട്ടാണ്. സ്കൂൾ പ്രീ പ്രൈമറി ക്ലാസും വാട്ടർ ടാങ്കും തൊട്ടടുത്താണ് നിലകൊള്ളുന്നത്. വശങ്ങൾ ബലഹീനമായി ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ ടാങ്ക് നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും ഉറക്കം കെടുത്തുകയാണ്. വാട്ടർ അതോറിറ്റി മുമ്പേ ഇത് ഉപേക്ഷിച്ചതാണ്. പകരം വേറൊരു വാട്ടർ ടാങ്ക് പുതുതായിട്ട് കുറച്ച് ഒരു കിലോമീറ്റർ അപ്പുറം നിർമ്മിച്ചതിന് ശേഷം ഈ വാട്ടർ ടാങ്ക് ഉപയോഗിക്കാതെ കിടക്കുകയാണ്. യാതൊരു മെയിൻ്റെനൻസ് നടത്താത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പൈപ്പ് പോലും ഇളകിയിട്ട് വീഴാറായ അവസ്ഥയിലാണ്. നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ്സും അതുപോലെ ഉച്ചഭക്ഷണ പോരെയും തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത് വളരെ നമുക്ക് രക്ഷിതാക്കൾക്ക് വളരെ ആശങ്കയുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ ഭയം ഉള്ളിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് കുട്ടികൾ വളരെ പേടിച്ചിട്ടാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത്. ഏത് നിമിഷവും തകർന്ന് വീഴാറായ അവസ്ഥയിലാണ് ടാങ്ക് ഉള്ളത്. താലൂക്ക് വികസന കമ്മിറ്റി യോഗത്തിൽ വിഷയത്തിന്റെ ഗൗരവം അധികൃതർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. സ്കൂൾ PTA അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പരാതി. ഉപയോഗശൂന്യമായ ടാങ്കും സംവിധാനങ്ങളും പൊളിച്ചുമാറ്റാൻ വാട്ടർ അതോറിറ്റി രേഖാമൂലം അനുമതി നൽകിയാൽ ഗ്രാമപഞ്ചായത്ത് അതിനുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പാലക്കാട് ഷൊർണൂരിൽ മലിനജലം ശുദ്ധീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കിയ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലെയും നഗരത്തിലെ അഴുക്കുചാലുകളിലെയും മലിനജലം ശുദ്ധീകരിച്ച് പുറംതള്ളുന്ന പദ്ധതിക്കാണ് ഷൊർണൂരിൽ തുടക്കമായത്. നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും 1,10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്ലാന്റ് പൂർത്തിയാക്കിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ്. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ച പ്ലാന്റിൽ പ്രതിദിനം 25,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയും. നഗരത്തിലെ അഴുക്കുചാലുകളിൽ നിന്നുള്ള മലിനജലം പ്ലാന്റിനടിയിലെ ഭൂഗർഭ കിണറിൽ ശേഖരിക്കുകയും വിവിധ ഘട്ടങ്ങളിലൂടെ ശുദ്ധീകരിക്കുകയുമാണ് ചെയ്യുന്നത്. പദ്ധതി കാര്യക്ഷമമാകുന്നതോടെ ഷൊർണൂർ നഗരത്തിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. ഉപയോഗശൂന്യമായ ഫ്രിഡ്ജുകൾ ഡ്രയറാക്കി രൂപകൽപ്പന ചെയ്യുന്ന ഒരു കർഷകനുണ്ട് അങ്ങ് ഇടുക്കി ചേലച്ചുവട് സ്വദേശി തെങ്ങുംതെറ്റയിൽ ഷാജിയാണ് കർഷകർക്ക് ഏറെ പ്രയോജനകരമായ വിധത്തിൽ പഴയ ഫ്രിഡ്ജുകൾ ഉപയോഗിച്ച് ഡ്രയറുകൾ തയ്യാറാക്കുന്നത്. മഴക്കാലത്ത് ജാതിക്കായും ജാതിപത്രിയും കൊക്കോ പരിപ്പും ഉണക്കാൻ കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ് ഷാജിയുടെ ഈ പുതിയ കണ്ടുപിടുത്തം. മഴക്കാലത്ത് ജാതിക്കയും ജാതിപത്രിയും ഉണക്കിയെടുക്കുക അത്ര എളുപ്പമല്ല. കൃത്യമായി ഉണങ്ങിയ ഉൽപ്പന്നത്തിന് മാത്രമേ വിപണിയിൽ മെച്ചപ്പെട്ട വില ലഭിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ ജാതി കർഷകർക്ക് ഏറെ പ്രയോജനകരമായ ഒരു ഉപകരണമാണ് ഇടുക്കി ചേലച്ചുവട് സ്വദേശി തെങ്ങുംതെറ്റയിൽ ഷാജി വികസിപ്പിച്ചെടുത്തത്. ഉപയോഗശൂന്യമായ ഫ്രിഡ്ജുകൾ ഡ്രയറാക്കി മാറ്റുകയാണ് ഷാജി ചെയ്തു വരുന്നത്. നമ്മുടെ വീട്ടില് കേടായി പോകുന്ന ഫ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒരു 5,000 രൂപ മുടക്കം ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ്. 40 വാട്ട്സിന്റെ 4 ബൾബാണ് ഉപയോഗിക്കുന്നത്. വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കാവുന്ന എന്ത് സാധനം ഇതിനകത്ത് വെച്ച് ഉണങ്ങിയെടുക്കാം. ഇതിന്റെ കറണ്ട് ചാർജ് വളരെ കുറവായിരിക്കും. ഒരു 24 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2.5 യൂണിറ്റ് കറണ്ടേ ആകത്തുള്ളൂ. പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവരുന്നവർക്ക് 5,000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജ് വേണ്ടവർക്ക് ഇപ്പൊ ഫ്രിഡ്ജ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു 6,500 രൂപയൊക്കെ മുടക്ക് വരും ഫ്രിഡ്ജ് ഇല്ലാതെ ചെയ്യുന്നതിന്. ഇത്തരം ആവശ്യങ്ങൾക്കുള്ള ഡ്രയറുകൾക്ക് പൊതുമാർക്കറ്റിൽ വലിയ വില നൽകേണ്ടി വരുമ്പോഴാണ് വളരെ കുറഞ്ഞ ചെലവിൽ ഷാജി ഡ്രയറുകൾ നിർമ്മിച്ചു നൽകുന്നത്. 5,000 മുതൽ 6,000 രൂപ വരെ മുടക്കുവരുന്ന ഈ ഡ്രയറുകൾക്ക് വൈദ്യുതി ചെലവും കുറവാണെന്ന് ഷാജി പറയുന്നു.
40 വാട്ട്സിന്റെ 4 ഫിലമെന്റ് ബൾബുകൾ കൊണ്ടാണ് ഡ്രയറിന്റെ പ്രവർത്തനം. 24 മണിക്കൂർ ഡ്രയർ പ്രവർത്തിക്കുന്നതിന് 2.5 യൂണിറ്റ് വൈദ്യുതിയാണ് ചെലവാകുക. ജാതിക്ക, കൊക്കോ പരിപ്പ് എന്നിവയ്ക്ക് പുറമെ കൊപ്ര, കുടംപുളി, മല്ലി, മുളക്, ഇറച്ചി, കപ്പ എന്നിവയും ഉണക്കാനാകും. ഡ്രയറുകൾ പ്രയോജനകരമാണെന്ന് കണ്ടതോടെ ഇതര ജില്ലയിൽ നിന്ന് പോലും ആവശ്യക്കാർ എത്തുന്നുണ്ടെന്നും ഷാജി പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. റോഡിലെ കുഴികൾ എപ്പോഴും വലിയ പ്രശ്നമാണല്ലേ. കുഴികൾ നിറഞ്ഞതോടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര അപകടത്തിലാണ്. 25 കിലോമീറ്ററോളം ദൂരമാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത തകർന്ന് ദുരിതം തുടങ്ങിയിട്ട് മാസങ്ങളായി. മഴ പെയ്താൽ റോഡും കുഴികളും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പള്ളിക്കര മേൽപ്പാലം, ചേറ്റുകുണ്ട്, കളനാട്, മേൽപ്പറമ്പ്, ചെമ്മനാട് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം തുടങ്ങി പലയിടങ്ങളിലും റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരടിയിലധികം താഴ്ചയുള്ള കുഴികൾ വരെ കാസർഗോട്ടേക്കുള്ള യാത്രയിൽ പല ഭാഗങ്ങളിലായി കാണാം. ടാറിംഗ് തകർന്ന ഇടങ്ങളിൽ ചാല് കീറിയ നിലയിലാണ്. യാത്ര നടുവൊടിക്കും വിധത്തിലായിട്ടും നവീകരണം വൈകുകയാണ്. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് വരെ നോക്കിയാൽ മാരകമായ കുഴി എന്ന് വെച്ചാൽ എത്ര വലിയ ഈ 2 വീലറിന്റെ ടയർ ആ കുഴിയിൽ വീണെങ്കിൽ മേലോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓരോ 10 മീറ്ററിലും ഓരോ കുഴികളുണ്ട്. അതും വലിയ കുഴികളാണുള്ളത്. അതിലേക്ക് ഒരുപാട് ആൾക്കാർ 2 വീലറിൽ പോകുന്നവർക്ക് വീണ് പരിക്കേൽക്കുന്നുണ്ട്. ഈ റോഡ് കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മെയ് വരെ ഇത് കൊണ്ടുണ്ട്. അതിനുശേഷം മഴ വന്നു. ആ സമയം വരെ ഒരു നന്നാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നന്നായിട്ടില്ല. ഈ വർഷം ഇതേപോലെ പോയി അതിൽ നാട്ടുകാർ ഇടപെട്ടിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ഈ റോഡ് യൂസ് ചെയ്യുന്ന റോഡ് എന്ന് പറഞ്ഞെങ്കിൽ ഈ റോഡ് ഞാൻ എപ്പോഴും കാണുന്നതാണ്. എത്രയോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാന പാതയിലെ കുഴികളിൽ വീണിട്ടുള്ള അപകടങ്ങളിൽ 3 പേർ മരിച്ചിരുന്നു. റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഗതാഗത തടസ്സവും പതിവാണ്. റോഡ് നവീകരണത്തിനായി 39 കോടി രൂപ അടങ്കൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. എന്നാൽ എന്ന് പ്രവൃത്തി തുടങ്ങുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ദേശീയപാത ബേവിഞ്ചയിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ഗതാഗതം വഴിതിരിച്ചുവിടുന്നത് സംസ്ഥാന പാതയിലൂടെയാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ജീവൻ പണയം വെച്ചാണ് ഇതുവഴിയുള്ള യാത്ര. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് വിളയൂരിൽ ബഡ് സ്കൂൾ നിർമ്മാണം പൂർത്തിയായി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ബഡ് സ്കൂളിൽ ഒന്നാണിത്. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. വല്ലപ്പുഴയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ് സ്കൂൾ തുടങ്ങിയതിന് പിന്നാലെയാണ് വിളയൂരിലും മികച്ച സൗകര്യങ്ങളോടെയുള്ള ബഡ് സ്കൂൾ സജ്ജമാക്കിയത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനവും പുനരധിവാസവും ലക്ഷ്യമിട്ട് 1.50 കോടി ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വിളയൂർ പഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് ബഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിർമ്മാണം പൂർത്തിയായ ബഡ് സ്കൂൾ ഉടൻ ഉദ്ഘാടനം ചെയ്യും. MLA ഫണ്ടിൽ നമ്മൾ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ബഡ്സ് സ്കൂളാണ് വിളയൂരിലെ ബഡ്സ് സ്കൂൾ. 1.5 കോടി രൂപയാണ് അതിന് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബഡ്സ് സ്കൂളാണ്. നമ്മുടെ ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളിൽ ഒന്നാണ് നമ്മുടെ വിളയൂരുള്ള പുതിയ ബഡ്സ് സ്കൂൾ. അതിൻ്റെ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 8-ാം തീയതി ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ നിർവഹിക്കുകയാണ്. 3 ക്ലാസ് മുറികൾ, കൗൺസിലിംഗ് റൂം, സെൻസറിംഗ് റൂം, ഓഫീസ് റൂം, പാചകപ്പുര, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, കലാപരിപാടിക്കും പരിശീലന പരിപാടിക്കും ഉതകുന്ന ഹാൾ എന്നിവയും ഈ കെട്ടിടത്തിലുണ്ട്. 4 കെട്ടി രൂപത്തിലുള്ള ഡിസൈനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് കൊപ്പം ടൗണിൽ യാത്രക്കാരെ വല്ലാതെ വലയ്ക്കുകയാണ് ഗതാഗത കുരുക്ക്. നഗരവികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടിയതോടെ സിഗ്നൽ സംവിധാനവും ഇല്ലാതെയായി. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ സേവനവും കാര്യക്ഷമമല്ലെന്നാണ് പരാതി. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി, പെരിന്തൽമണ്ണ, പാലക്കാട്ടെ ചെറുപ്പുളശ്ശേരി, പട്ടാമ്പി എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകൾ കൂടിച്ചേരുന്ന പ്രധാന ജംഗ്ഷനാണ് കൊപ്പം ടൗൺ. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ പലപ്പോഴും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാറുണ്ട്. റോഡ് വീതി കൂട്ടി നഗരവികസനമൊക്കെ നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് പരാതി. സിഗ്നൽ സംവിധാനം എടുത്തുമാറ്റിയതോടെ പ്രശ്നം ഗുരുതരമായി മാറി. തിരക്കുള്ള സമയങ്ങളിൽ 4 വശത്തെ റോഡിലും വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടാകും. ആംബുലൻസ് അടക്കം ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്ന ദയനീയ അവസ്ഥയുമുണ്ട്. പലപ്പോഴും വ്യാപാരികളും ബസ് തൊഴിലാളികളും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഹോംഗാർഡുകളുടെ സേവനമുണ്ടെങ്കിലും പലപ്പോഴും ഇത് കാര്യക്ഷമമാകാറില്ല. അവധി ദിവസമായാൽ ഗതാഗത നിയന്ത്രണത്തിന് ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ 5 മണി കഴിഞ്ഞാൽ ഇവിടെ വെറും ബ്ലോക്ക് തന്നെ. ഇതേമാതിരി ഏതെങ്കിലും ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ സെൻട്രലിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു എന്തായാലും അപ്പോ ഇവിടെ ആകെ മൊത്തത്തിൽ ബ്ലോക്കാണ്. അപ്പൊ ഇവിടെ ഉള്ള ജനങ്ങൾ ഇറങ്ങണം വണ്ടി ഒഴിവാക്കി കൊടുക്കണമെങ്കിൽ.
അപ്പോൾ പോലീസിന്റെ ഭാഗമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം വാഹനഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചപ്പോൾ വിവരമറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് എത്തിയതെന്നും ആക്ഷേപമുണ്ട്. അപ്പോഴേക്കും ജനങ്ങൾ ഗതാഗതക്കുരുക്ക് നിയന്ത്രിച്ചിരുന്നു. പലപ്പോഴും ട്രാക്ക് തെറ്റിച്ച് വാഹനങ്ങൾ വരുന്നതും പ്രശ്നം രൂക്ഷമാക്കാറുണ്ട്. ബ്ലോക്കിൽ കുടുങ്ങി സമയം തെറ്റുന്നതോടെ സ്വകാര്യ ബസ്സുകൾ ആളുകളെ കയറ്റാതെ പോകുന്നതും പതിവാണ്. 4 ഭാഗത്തേക്കുള്ള റോഡ് പോകുന്ന, അതായത് പെരിന്തൽമണ്ണ, പട്ടാമ്പി, ഗുരുവായൂർ, അതേമാതിരി തന്നെ വളാഞ്ചേരി, കോഴിക്കോട്, പാലക്കാട്, ചെറുപ്പശ്ശേരി ഒക്കെ പോകുന്ന 4 റോഡ് കൂടി കൊപ്പം ടൗണില് ഗതാഗതക്കുരുക്ക് എന്ന് പറഞ്ഞ മാസങ്ങളോളായി വളരെ വലിയ നീണ്ട നിരയാണ് ഈ ഗതാഗതക്കുരുക്ക് നമ്മൾ കാണുന്നത്. ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന ആംബുലൻസ് ആയാലും ശരി, വിവാഹ പാർട്ടികള്, അങ്ങനെ എല്ലാതരം വാഹനങ്ങൾക്കും കടന്നു പോകാൻ മണിക്കൂറുകളോളം പിടിക്കുന്ന ഈ ഗതാഗതക്കുരുക്ക്, ഈ കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക് മാറ്റണമെന്ന് അധികാരികളോട് പല രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും എല്ലാവരോടും പരാതിപ്പെട്ടിട്ടും ഇതുവരെ ഈ കൊപ്പം പഞ്ചായത്തിലെ ഈ കൊപ്പം പ്രധാനപ്പെട്ട ടൗണായ ഈ കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനകീയമായുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. പ്രദേശത്തെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നിരന്തര ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ പട്ടാമ്പി ടൗണിൽ ഒരു പാർക്ക് ഒരുങ്ങുകയാണ്. EMSന്റെ പേരിൽ ആരംഭിക്കുന്ന പാർക്കിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. പൂർണ്ണമായും MLA ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പാർക്ക് നിർമ്മിക്കുന്നത്. ചരിത്രവും കലകളും വിളിച്ചോതുന്ന ചുമർ ചിത്രങ്ങളാൽ മനോഹരമായ ഉദ്യാനമാണ് പട്ടാമ്പിയിൽ ഒരുങ്ങുന്നത്. പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങളിൽ ചിലവഴിക്കുന്നതിനും പ്രഭാത സായാഹ്നങ്ങളിൽ ഉല്ലസിക്കാനും വേണ്ടി പട്ടാമ്പി ഭാരതപ്പുഴയോരത്താണ് EMSന്റെ നാമധേയത്തിൽ പാർക്ക് സജ്ജമായത്. നഗരത്തിൽ പുഴയോട് ചേർന്നുള്ള 75 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ 90 ലക്ഷവും 2ാം ഘട്ടത്തിനായി 50 ലക്ഷവുമാണ് വകയിരുത്തിയത്. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് പാർക്കിൽ ഇപ്പോൾ നിലവിലുള്ള നമ്മളെ സൗകര്യങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും അടുത്ത ഘട്ടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയാണ് ഇറിഗേഷന്റെ ഇതിലാണ് പാർക്ക് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രില്ലുകൾ, നടപ്പാത, കവാടം എന്നിവ പൂർത്തിയായി. മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, സെൽഫി പോയിന്റ്, കുട്ടികൾക്കുള്ള പാർക്ക്, ഓപ്പൺ ജിം എന്നിവയാണ് പാർക്കിൽ സജ്ജമായത്. ജില്ലയിലെ ടൂറിസം സാധ്യതയുള്ള ഇടമാക്കി വൈവിധ്യ വിഭവങ്ങളും മറ്റും ലഭ്യമാക്കുന്ന തരത്തിൽ പാർക്കിനെ വികസിപ്പിക്കാനും കുടുംബശ്രീയുടെയും ആദിവാസി വിഭവങ്ങളും അടങ്ങുന്ന മേളകൾ പാർക്കിൽ സംഘടിപ്പിക്കാനും ഉദ്ദേശമുണ്ട്. പാർക്ക് യാഥാർത്ഥ്യമാവുന്നതോടെ ഭാരതപ്പുഴയെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കുന്നതിനും പട്ടാമ്പിയുടെ വിനോദ സാംസ്കാരിക വ്യാപാര മേഖലകൾക്ക് വലിയ ഉണർവ് നൽകുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയും വിനോദവും പകരുന്ന പുതിയ ഡോം തിയേറ്റർ പദ്ധതിയുമായി DTPC. ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചത്. ഇടുക്കി ജില്ലയിലെ 2ാമത്തെ ഡോം തിയേറ്ററാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കാണാം റിയാലിറ്റി ഡോം തിയേറ്ററിന്റെ വിശേഷങ്ങൾ. അലാവുദ്ദീനൊപ്പം ആകാശത്തൂടെയും മഹാസമുദ്രത്തിലൂടെയും ഡിനോസറുകളെ കണ്ട് ഒരു സാഹസിക യാത്ര നടത്തണമെങ്കിൽ മൂന്നാർ ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തണം. ഇടുക്കിയിൽ തന്നെ 2ാമത്തെ ഡോം തിയേറ്ററാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സജ്ജമാക്കിയിട്ടുള്ളത്. തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ 3D ഗ്ലാസുകൾ ഇല്ലാതെ തന്നെ ദൃശ്യങ്ങൾ കാണാനാകും. പ്രായഭേദമന്യേ ആർക്കും പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ ഇവിടെ നിന്ന് ആസ്വദിക്കാം. ഒരേ സമയം 30 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മുടെ മൂന്നാർ പ്രദേശത്ത് ആദ്യമായി 360 ഡോം തിയേറ്റർ നമ്മുടെ മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ സജ്ജമാക്കിയിരിക്കുകയാണ്. 360 വ്യൂവിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന അഡ്വഞ്ചറും ഫണ്ണുമായിട്ടുള്ള മൂവീസാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് പുതിയ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പുതുതായിട്ട് ഈ ഡോം തിയേറ്റർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്.
സ്വകാര്യ സംരംഭകരായ ഏജ്ലെസ് എന്റർടൈൻമെന്റും DTPCയുമായി സഹകരിച്ച് 80 ലക്ഷം രൂപ ചിലവിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുക്കുന്ന ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദം ആസൂത്രിതമെന്ന് നടി മാല പാർവതി. ബാബുരാജിനെ പ്രകീർത്തിച്ച് സംസാരിക്കുന്ന ഉഷ ഹസീനയും പൊന്നമ്മ ബാബുവും ഉയർത്തിയ ആരോപണം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നാണ് വിമർശനം. 2018 മുതൽ 2025 വരെ ഒരു ജനറൽ ബോഡിയിലും വിഷയം ഉന്നയിച്ച് കേട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം കുക്കു തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ പിന്തുണയുമായി മുൻപന്തിയിൽ ഉണ്ടായിരുന്നയാളാണ് ഉഷ ഹസീനയെന്നും മാല പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ അറസ്റ്റിലായ ജീവനക്കാരെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി പുനരാവിഷ്കരിച്ച് ക്രൈംബ്രാഞ്ച് സംഘം. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിലായിരുന്ന 2 പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഭാവഭേദങ്ങളൊന്നുമില്ലാതെയാണ് തട്ടിപ്പ് നടത്തിയ രീതി ഇവർ വിവരിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ ബുട്ടീക്കിൽ എത്തിച്ചാണ് മുൻ ജീവനക്കാരും തട്ടിപ്പ് കേസിലെ പ്രതികളുമായ വിനീത, രാധാകുമാരി എന്നിവരുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. മാസ്ക് ധരിച്ച് മുഖം മറച്ചിരുന്ന പ്രതികൾ തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. QR കോഡ് മാറ്റി സ്ഥാപിച്ച് സംശയങ്ങൾക്ക് ഇടകൊടുക്കാതെ തട്ടിപ്പ് തുടർന്നതെങ്ങനെയെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയോട് പ്രതികൾ വിശദീകരിച്ചത് ഇങ്ങനെ. ഐറ്റം ഈ ഓരോ ഐറ്റത്തിനും ബാർകോഡ് അങ്ങനെ വല്ലതും ഉണ്ടാവും? ഒന്നുമില്ല. അതെങ്ങനെയാണ് പ്രൈസ് വെബ്സൈറ്റ് അവിടെ അയച്ചു തരും? ഇത് പിന്നെ മറ്റേ സ്കാൻ ചെയ്ത് മേടിക്കുന്നത് അല്ലേ? സ്വൈപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇതില് ഈ ബില്ല് ചെയ്യുമ്പോൾ അതിൽ കസ്റ്റമറിന്റെ പേര് എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. കസ്റ്റമറുടെ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെ അതിൽ ഇതിൽ ഈ ബില്ല് എന്തൊക്കെ റെക്കോർഡ് വരും നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ? സമീപത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് സാക്ഷിമൊഴികളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. ജോലിക്ക് വരുന്നുണ്ടോ? ഇവർ രണ്ടുപേരല്ലേ? പേരറിയോ? കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ കയറി വരുന്നത് നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? സ്ഥാനങ്ങൾ നോക്കാനായിട്ട് വിശദമായ പരിശോധനയ്ക്കായി സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളുടെ രജിസ്റ്ററുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുമ്പോൾ ഇരു പ്രതികളുടെയും മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഏതുമില്ലായിരുന്നു. ഇത് അന്വേഷണ സംഘത്തെയും അമ്പരിപ്പിച്ചു. തട്ടിയെടുത്ത പണം യുവതികൾ നിക്ഷേപിച്ച വലിയതുറയിലെ ബാങ്ക് ശാഖകളിലും ക്രൈംബ്രാഞ്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി നമ്മൾ രാവിലെയിൽ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റായ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. തൃശൂർ പൊന്നൂക്കര സ്വദേശികളായ പ്രശോഭിന്റെയും അമൃതയുടെയും മകളായ നക്ഷത്രയുടെ 5ാം ജന്മദിനമാണിത്. നക്ഷത്രക്കുട്ടിക്ക് ആശംസകൾ നേരുന്നത് അച്ഛനും അമ്മയും, അച്ഛനും അച്ഛമ്മയും, പിന്നെ ചേച്ചി നവമിയുമാണ്. അപ്പോൾ നക്ഷത്രക്കുട്ടിക്ക് ഇവരുടെ മാത്രമല്ല ന്യൂസ് 18 കുടുംബത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ആനത്തൊഴിലിൽ പ്രമുഖനായ നെന്മാറ രാമന്റെ 65ാം ജന്മദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ചുമതലക്കാരനാണ് ഇദ്ദേഹം. രാമന്റെ രാമേട്ടൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെയും രാമചന്ദ്രന്റെ ആരാധക കൂട്ടായ്മയായ ശ്രീരാമജയം, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷന്റെയും ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ രാമൻ ചേട്ടന്റെ ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പുലിയൂർ ശാല മാങ്കോട് സ്വദേശിനി അശ്വതിക്ക് ആശംസകൾ നേരുകയാണ്. ആശംസകളുമായി ചേരുന്നത് കുഴിത്തുറ സായി കൃഷ്ണ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആണ്. അപ്പോൾ അശ്വതിക്ക് സ്കൂളിന്റെ വക ആശംസകൾ നേരുന്നു. ഒപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ടീച്ചറെ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകൾ കാണാം. പോലീസ് പെട്രോൾ ടോം കുര്യാക്കോസ് ചേരും.